നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരുപാട് സവിശേഷതകളുള്ളതാണ്. ബുദ്ധിസ്റ്റ് മാർഗത്തിലുള്ള സ്പിരിച്വൽ ഹീലിംഗ്, സൗണ്ട് ഹീലിംഗിന്റെ ഇന്ത്യയിലെ തന്നെ ഏക ആചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ആചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാം, ശ്രീ രാജേഷ് സാർ. അദ്ദേഹം തൃശ്ശൂർ മാളയ്ക്കടുത്ത് അഷ്ടമിച്ചിറ എന്ന സ്ഥലത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹത്തെയാണ് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ സൗണ്ട് ഹീലിംഗ് അതിന്റെ പൂർണ്ണമായ തോതിൽ കേരളത്തിലോ ഇന്ത്യയിലോ ചെയ്യുന്ന വേറൊരാളുണ്ടോ എന്നുള്ള സംശയമാണ്, ഞാൻ ആമുഖമായിട്ട് പറഞ്ഞ പോലെ തന്നെ. അപ്പോ അദ്ദേഹം ഒരു കേരളീയനാണ്, നമുക്ക് ആവാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ പ്രദേശവാസിയാണ് എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കുംഭമേളയ്ക്ക് ഞങ്ങള് പ്രയാഗ്രാജിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് പോയത്. നമ്മുടെ ഫ്ലൈറ്റിൽ എൻ്റെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോട് അവിടുന്ന് തുടങ്ങിയ പരിചയമാണ്. അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് ഇത്ര വലിയൊരു കലയോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രമോ ആണ് ഈ സൗണ്ട് ഹീലിംഗ് എന്നുള്ളത്. അത് ആദ്യമായിട്ട് നമ്മളെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അത് ചികിത്സാ രംഗത്ത് അത് വ്യാപകമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ നിമിത്തമായത് അദ്ദേഹത്തിലൂടെയാണ് എന്നത് അറിഞ്ഞപ്പോൾ നമുക്ക് അദ്ദേഹത്തോടുള്ള ഒരു ആരാധന വർദ്ധിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ശാസ്ത്രം നമ്മൾ കഴിയുന്നത്ര അറിയാൻ ശ്രമിച്ചപ്പോൾ, ആ യാത്രയിൽ അറിയാൻ ശ്രമിച്ചപ്പോൾ അതിനോടുള്ള അത്ഭുതം കൂടിക്കൂടി വരികയായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ ആണ് നമുക്കിന്ന് നമ്മുടെ ഒരു അതിഥിയായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം രാജേഷ് സാർ. അപ്പൊ സൗണ്ട് ഹീലിംഗ് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ആത്മീയ ചികിത്സാ രീതിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പോലും ഇത് അറിയുന്നത് സാറ് അന്ന് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു പാരമ്പര്യം, ഈ ഒരു സൗണ്ട് ഹീലിംഗിന്റെ ഒരു പാരമ്പര്യം, അത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് അത് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, നമസ്തേ. സൗണ്ട് ഹീലിംഗ് ഇത് സ്റ്റാർട്ട് ചെയ്യണത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. എത്ര വർഷം എന്നൊന്നും നമുക്ക് കൃത്യമായിട്ടൊരു കണക്കുകളോ ഇതിനൊരു പുസ്തകമോ ഒന്നും തന്നെ ഇല്ല ഇതുവരെ. അത് ബുദ്ധ സന്യാസിമാര് അവരുടെ മൊണാസ്ട്രികളിൽ ടിബറ്റില് ആണ് ഇത് രൂപകൽപ്പന ചെയ്തേക്കുന്നത്. അവിടെ വെച്ചിട്ട് അവരുടെ ഈ മോങ്കുകള്, സന്യാസിമാര്, അവര് ആ കാലം മുതൽക്കേ തന്നെ അവരുടെ ഇന്നർ ഹീലിങ്ങിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ അന്ന് ഒന്നും ഈ ലോകത്തിനൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ശബ്ദം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നോ, അല്ലെങ്കിൽ എങ്ങനെ ശബ്ദം മനുഷ്യ മനസ്സുകളെ കൈകാര്യം ചെയ്യും എന്നുള്ളതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. അതിനുശേഷം ഈ ചൈനയുടെ ഈ ആക്രമണം കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ബുദ്ധ സന്യാസിമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യാനുണ്ടായത്. അവിടെ നിന്ന് അങ്ങനെ പോയ ആളുകളാണ് ഇതിനെ കുറിച്ച് ജനങ്ങളിലേക്ക്, കുറച്ച് ആളുകളിലേക്കൊക്കെ എത്തിച്ചിട്ട് അങ്ങനെ അവരറിഞ്ഞ് അങ്ങനെയാണ് ഇത് ലോകം തന്നെ അറിയണത്. ഞാൻ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ പഠിക്കുന്നത്. ഏകദേശം ഒരു 4 വർഷമായി ഞാനിപ്പോ ഇത് പ്രാക്ടീസ് ചെയ്യണത്. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ അറിയണത് ഇതിന്റെ വ്യാപ്തിയൊക്കെ എനിക്ക് മനസ്സിലായത്. ഇത് സാറ് പറഞ്ഞപ്പോ ഒരു ആത്മീയമായിട്ട് അവരൊരു ഇന്നർ ഹീലിംഗിന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണോ, അതോ ധ്യാന രീതി എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സാധനമാണോ? അതായത് അവരുടെ ഇന്നർ ഹീലിംഗിന് വേണ്ടിയിട്ട്, അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് ആദ്യം തന്നെ. പിന്നീട് അത് ഓരോ മേഖലകളിലേക്കും മാറി. അതായത് മനുഷ്യ ശരീരത്തിലേക്ക് പോലും അത് എഫക്ട് ചെയ്യാൻ സാധിക്കും, അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അവർ മനസ്സിലാക്കിയിട്ട് ഇപ്പോ അതിനും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി. ആത്മീയമായ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്കും ചികിത്സ എന്നുള്ള നിലയ്ക്കും ജൈവ ശരീരത്തെയും ഊർജ്ജ ശരീരത്തെയൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇതൊരു മെഡിക്കൽ ഭാഗങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഔഷധ പ്രയോഗങ്ങളൊന്നുമില്ല. മാത്രവുമല്ല ഇതൊരു മെഡിക്കൽ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാനും പറ്റില്ല. അതായത് ഇത്
അതായത് ഇത്രേ ഉള്ളൂ അതിന്റെ. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ഓരോ ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൃദയത്തിന്റെ ഇടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു മിടിപ്പ് കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക അളവിലാണ്. നമ്മളിപ്പോ ഗ്രാഫൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ആ അളവിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിലൊരു ചെറിയ വ്യത്യാസം വന്നാൽ ഡോക്ടർ പറയും ഇതിലൊരു പ്രോബ്ലം ഉണ്ട് എന്ന് കാണിച്ചു തരും. ഇതുപോലെ തന്നെയാണ് എല്ലാ അവയവങ്ങളും വരുന്നത്. അപ്പൊ ആ ഫ്രീക്വൻസിനെ കറക്റ്റ് ചെയ്യുന്ന ഇതാണ് ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു കഴിവ്. അങ്ങനെയാണ് അതിലൊക്കെ ഇത് വർക്ക് ചെയ്യും എന്ന് പറയുന്നത്. ഈ ഇതിലിപ്പോ നമ്മള് ശബ്ദ തരംഗങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. അതെ. ഈ മറ്റേതൊരു മീഡിയത്തിനേക്കാൾ ഈ ശബ്ദ തരംഗങ്ങൾ എന്തുകൊണ്ട് ഇത്ര സൂക്ഷ്മമായിട്ട് നമ്മളുടെ എനർജി ബോഡിയിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏറ്റവും രസകരമായ ഒരു സംഭവം എന്താണെന്ന് ചെയ്യുന്നത്, ഇന്ന് നമ്മളെ പ്രകൃതിയിൽ പഞ്ചഭൂതങ്ങള് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ആളുകൾ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് ഭൂമി, ആകാശം, വായു, പഞ്ചഭൂത തത്വങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരു സാധനമാണ് സൗണ്ട്. സൗണ്ട് എവിടെയും പറയാനില്ല, ഒരു സ്ഥലത്തും സൗണ്ട്. ആദ്യമായ ഇത് ഉണ്ടായത് ശബ്ദമാണ്. പക്ഷെ ഒരു കാര്യത്തിലും നമ്മൾ എവിടെ വേണമെങ്കിലും ശ്രദ്ധിച്ചാൽ അറിയാം സൗണ്ടിനെ കുറിച്ച് പരിഗണിച്ചിട്ടില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ കാണുന്നു, ഒരാൾ മരിച്ചു കിടക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോക്ക് സൗണ്ട് ഇല്ല, ജസ്റ്റ് വീഡിയോ അങ്ങനെ കാണുന്നു. അപ്പൊ നമ്മളത് വീഡിയോ കാണുന്നു, നമുക്കൊരു ഫീല് ജനറേറ്റ് ചെയ്യില്ല, ജസ്റ്റ് കണ്ടു, അത്രേ ഉള്ളൂ. എന്നാ ആ വീഡിയോക്ക് ഒരു സൗണ്ട്, അതായത് വീഡിയോക്ക് ഒരു ഇമോഷനുള്ള ഒരു സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വ്യാപ്തി ഉണ്ടാവും, ഫീൽ ചെയ്യും. എന്നാ അതിനൊരു റാപ്പ് മ്യൂസിക് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും വേറൊരു ഭാവം. അപ്പൊ അതായത് നമുക്ക് ഇമോഷനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും സൗണ്ടിന്. വളരെ ശരി. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ നമുക്ക് ഭൂമിയിൽ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വന്നു കഴിഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞിന് പേടി എന്ന് പറയുന്ന ഇമോഷൻ ജനറേറ്റ് ചെയ്യാൻ സൗണ്ടിന് മാത്രമേ പറ്റുള്ളൂ. ആ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് നമുക്ക് ഒന്ന് കൈ കൊണ്ട് തട്ടി അത് ഞെട്ടും. അതല്ല, ആ കുട്ടീനെ ഒച്ചത്തിൽ സംസാരിച്ച് അത് ഞെട്ടും. ഒരു ഇടിമിന്നലിന്റെ ഒച്ച കേട്ട കുട്ടി ഞെട്ടും, സംഗീതം ആസ്വദിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൗണ്ടിന് സ്വാധീനിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഒരു ഫിയർ എന്ന് പറയുന്ന ഒരു ഇത് ജനറേറ്റ് ചെയ്യുന്ന സൗണ്ടിനെ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു കുട്ടീനെ നമ്മൾ പേടിപ്പിക്കുകയാണ്, അപ്പൊ അതിനൊരു സൗണ്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ അത് പേടിക്കും തന്നെത്താനെ. ഒരു പട്ടി വരും, ബൗ ബൗ എന്ന് പറഞ്ഞാൽ മാത്രമാണ് കുട്ടിക്ക് മനസ്സിലാവുക. അപ്പൊ അത് റിലേറ്റ് ചെയ്യും മൈൻഡ്. അതായത് പട്ടി എന്ന് പറയുന്ന ഒരു ഇതിന് രൂപം കൊണ്ടുവരും, അതിന്റെ കൊരയുടെ ശബ്ദവും അത് റിലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതല്ലാതെ പട്ടി വേണമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും വേണമെന്നില്ല. അപ്പൊ നമുക്കൊരു ദൃശ്യം കണ്ടാലും, വളരെ ബീഭത്സമായിട്ടൊരു ദൃശ്യം കണ്ടാലും നമുക്ക് ഈ ഭയം ഉണ്ടാവുന്നില്ല. ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ ഉടനടി അത് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ശബ്ദത്തിന് ആദ്യമേ തന്നെ അതായത് ഭൂമിയിൽ ജനിച്ചു വരുന്ന ഏതൊരു മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ ഒരു ജീവിക്ക് അതിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിയർ കൊണ്ടുവരണമെങ്കിൽ ശബ്ദമാണ്. അതിപ്പോ ഏത് ആനക്കുട്ടിക്ക് ആയാലും കരടിയുടെ കുട്ടിക്കായാലും സിംഹത്തിന്റെ കുട്ടിക്കായാലും ശബ്ദം ഉണ്ടായത് ഞെട്ടും. അപ്പൊ തന്നെ തിരിഞ്ഞു നോക്കും എന്താണ്. അല്ല, പൊതുവെ നമ്മള് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് സൗണ്ട് വേവ്സ് എത്രയധികം സ്വാധീനം ചെലുത്താൻ വേറെ എന്തെങ്കിലും ഇതിന്റെ പുറകില് വേറെ എന്തെങ്കിലും ഒരു സയൻസ്? അതായത് നമ്മൾക്ക് ഇപ്പൊ ഒരു ശബ്ദം ഉണ്ടാവുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവാം. അതിലൊരു വൈബ്രേഷൻ വേണം, എന്നാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യണം. ഇപ്പൊ ഒരു കുളത്തില് വെള്ളത്തില് ഒരു കല്ലിട്ടാ അത് അപ്പൊ തരംഗങ്ങൾ സൃഷ്ടിക്കും. ഇത് തന്നെയാണ് സൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോ ഇപ്പൊ എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊരു വേവ്സ് ആയിട്ടാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഈ വേവ്സ് ആണ് പിന്നെ അടുത്ത ആൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഈ വേവ്സ് ആണ്. അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ് ശബ്ദം. ഞാൻ ഈ പറയുന്ന ഒരു കാര്യം പാട്ടാണോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്താണ് പറയണത് മനസ്സിലാവുന്നത് ആ ഫ്രീക്വൻസിയിലാണ്. നമ്മുടെ ചെവിയിൽ കേൾക്കുമ്പോൾ ആ ഫ്രീക്വൻസി വന്നു നമുക്ക് മനസ്സിലായി. ഇത് സംശയം അതല്ല, നമ്മളുടെ ബോഡി സോളിഡ് ബോഡി. ഈ സോളിഡ് ബോഡിയിൽ ഇപ്പൊ വായുവില് ശബ്ദ തരംഗങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനവും
നമ്മുടെ സോളിഡ് ബോഡിയിൽ അത്ര ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ഞാൻ തീർച്ചയായിട്ടും. സംശയിക്കുന്നത്. അതായത് ഇതിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ബോഡി എന്ന് പറയുന്നത് ഒക്കെ ഒരു സെല്ലുകളാണ് ഉണ്ടാക്കുന്നത്. ഓരോ കോശങ്ങൾ വെച്ച് അടുക്കി അടുക്കിയാണ് നമ്മൾ സോളിഡ് ബോഡി ഉണ്ടാക്കിയത്. ഈ ബോഡിയിൽ ഈ സെല്ലിലൊക്കെ വെള്ളമാണ്. നമ്മളിപ്പോ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്, അത് നിറച്ച് വെള്ളമാണ്. ശരീരത്തിന്റെ തന്നെ 70% 70% നമ്മുടെ ബോഡിയിൽ വെള്ളമാണ്. 30% മാത്രമേ ഉള്ളൂ നമുക്ക് കരഭാഗം എന്ന് പറയാനുള്ള കരമായിട്ടുള്ള സംഭവമുള്ളൂ. അപ്പൊ ഈ 70% സൗണ്ട്, അതായത് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കരയിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിനും വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദം ഇൻറ്റു 1000 ആണ് സഞ്ചരിക്കുന്നത്. അത്രയും ഫാസ്റ്റിൽ സൗണ്ട് സഞ്ചരിച്ചു പോകും. അപ്പൊ ഒന്ന് ആലോചിച്ചു, ഒരു ശബ്ദം വന്നാ നമ്മുടെ ശരീരത്തോടെ എത്ര പോവും നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അത്രയും കടന്നാ പോണത്. പ്രത്യേകിച്ച് ഓരോ ഫ്രീക്വൻസിയിലാണ്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോ കാറുകൾ വരുന്നുണ്ട്, ഹോൺ അടിക്കുന്നുണ്ട്, ഇതൊക്കെ ഡിസ്ട്രാക്റ്റഡ് സൗണ്ടുകളാണ്. ഓക്കെ, ആ ഫ്രീക്വൻസി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാ ഒരു മഴ പെയ്തു, അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ചെന്നു, അല്ലെങ്കിൽ ഒരു നല്ല സുന്ദരമായിട്ടൊരു ഓടക്കുഴലിന്റെ ശബ്ദം, ഇതൊക്കെ സൂത്തിങ് സൗണ്ടാണ്. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക. അതായത് എവിടെയാ എൻജോയ് ചെയ്യണത്? നമ്മുടെ മൈൻഡിലാണ് അതൊക്കെ ചെയ്യണത്. ഓക്കെ, അതായത് നമ്മുടെ തലച്ചോറിന് ഓരോ ഫ്രീക്വൻസിയും നമ്മളെ മനസ്സിൽ ഓരോ ഭാവങ്ങൾ ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് ഓരോ വികാരങ്ങൾ. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു അമ്മ കുട്ടിക്ക് ചെറുപ്പത്തിൽ ഒരു പാട്ട് പാടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ലൊരു കഥ, ഒരു സ്റ്റൈലായിട്ട് പറഞ്ഞൊരു കഥ കൊടുക്കുമ്പോൾ ആ കുട്ടി അപ്പൊ തന്നെ ഇമാജിൻ ചെയ്യാണ് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രാജകുമാരി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ ആ കുട്ടി അറിയില്ല, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഒരു രാജകുമാരനെ. അതായത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരു രാജകുമാരനെ ഒരു രാജകുമാരീനോ, പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്തു അയാൾക്ക് ഒരു കിരീടം വെച്ചിട്ട് നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട ഒരാള്. ഇമാജിനേഷനിലേക്ക് അവിടെ ക്രിയേറ്റ് ആവണം. ശബ്ദത്തിന് അത് കഴിയുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ഹീലിംഗ് നമ്മൾ പൊതുവെ പറഞ്ഞപ്പോഴും ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം, രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ആ ഹീലിംഗിനാണ് ഇപ്പൊ റെക്കി അല്ലെങ്കിൽ പ്രാണി ഹീലിംഗ് ഒക്കെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ള രീതിയിൽ. ഇത് അങ്ങനെയാണോ എന്ന് ചോദിക്കും. ഇത് അങ്ങനെ ഇല്ല. ഇത് രോഗം എന്നില്ല. അതായത് രോഗം ഇല്ല ഇവിടെ ഭൂമിയിൽ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രോഗം ഇല്ല. ഏതെങ്കിലും ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു അവയവം അല്ലെങ്കിൽ ഒരു ഇതിന്റെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വന്നായിട്ടെങ്കിലാണ് അസുഖത്തിലേക്ക് മാറുക എന്നാണ് പറയുന്നത്. അതായത് ഒരു ശബ്ദത്തിന്റെ ആ ഒരു ഇത് ഫ്രീക്വൻസി മാറി, വൈബ്രേഷൻ, അവയവത്തിന്റെ വൈബ്രേഷൻ മാറി, അപ്പൊ അയാൾക്ക് ഒരു അസുഖത്തിന് എഫക്ട് ചെയ്യും. അങ്ങനെയാണത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീക്വൻസി നമ്മൾ ഇവിടുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു അസുഖത്തിന്റെ ഒരു മരുന്നായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇതിനെ. ഇത് അതിനിങ്ങനെ കൊടുക്കുമ്പോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആവും. ഒരു ചികിത്സയാണ് എന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും ചികിത്സ നടക്കും. അത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം എല്ലാവർക്കും അറിയാം. ഇതിപ്പോ ആരോട് ചോദിച്ചാലും എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരും അനുഭവിച്ച ഒരു കഥയാണ്. അതായത് നമുക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം എല്ലാവരുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലാണ് അതൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, നമ്മളൊരു കൈ മുറിഞ്ഞു, അത് ഇപ്പൊ നമ്മൾ തുന്നിക്കെട്ട് അതൊന്നും ചെയ്യണ്ട, അതല്ലാതെ തന്നെ അത് കമാൻഡ് കൊടുത്തിട്ട് അവിടേക്കുള്ള ബ്ലഡ് പമ്പിങ് ഒക്കെ കൂട്ടി അവിടെ സെല്ലുകൾ വന്ന് അടഞ്ഞ് അത് ക്ലിയർ ആയി പോകും. ഈവൺ നമ്മളതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും വർക്ക് ചെയ്യും. അത് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയണതാണ് ഇതൊക്കെ. ഈ സിസ്റ്റം ആണ് ഓപ്പൺ ആവുക. അപ്പോ അതിനറിയാം എവിടെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ഥലത്തേക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു എനർജിയാണ് കൊടുക്കുന്നതെങ്കിലും അത് വേണ്ട ഭാഗത്തേക്ക് സിസ്റ്റം തന്നെയാണ് ചെയ്യണത്. അതല്ലാതെ വേറെ എവിടെയും ടച്ച് ചെയ്യില്ല ഇതിനെ. അതായത് നമ്മളൊരു ഉണക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവിടെ ചെല്ലും. അപ്പൊ നമ്മള് ഫോക്കസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും എനർജിയുടെ ഒരു ഫോക്കസ്. അതായത് ഈ ബ്രെയിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യും ബ്രെയിനിന് ഒരു ബ്രെയിൻ വേവ്സ് ഉണ്ട്. ആ വേവ്സിനെ കറക്റ്റ് ചെയ്യും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആയിട്ട് നമ്മുടെ എല്ലാവിടേക്കും അതിന്റെ വേണ്ട എല്ലാ കാര്യങ്ങളും എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ അക്യുപങ്ചർ അക്യുപ്രഷറിലൊക്കെ
ഇതേപോലെ ഒരു ഊർജ പ്രവാഹത്തെ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതാത് പോയിന്റിൽ ചെന്നിട്ടാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെ ഒന്നുമില്ല. മാസ്റ്റർ ബ്രെയിനിലാണ് നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ വേവ്സ് ആയിട്ട് ഒരു ബ്രെയിൻ വേവ് ഉണ്ട്. ഇത് ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് നമ്മളിപ്പോ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു എക്സാമ്പിൾ, ഒരു തോട്ട്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ആയിക്കോട്ടെ, ഒരു ഭക്ഷണം കഴിക്കണം എന്നൊരു തോട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ചിന്തിക്കണേ, നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ ഒരു മസാല ദോശ എന്ന് തന്നെ വിചാരിക്കാം, കഴിക്കണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളുടെ ആ മുകുളങ്ങൾ റെഡിയാവും, വായിൽ വെള്ളം വരാനായിട്ട് അതിന് റെഡിയാവും നമ്മൾ അതിന് ചിന്തിക്കാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ വേവ് കൂടെ ക്രിയേറ്റ് ആവും. അത് നമ്മൾ അറിയാതെയാണ് ഉണ്ടാവുന്നത്. ആ ബ്രെയിൻ വേവ് കൂടെ ക്രിയേറ്റ് ആയി പോയി, അതായത് പ്രകൃതിയിൽ ആ വേവ് വിട്ടു നമ്മൾ. അതിനുശേഷം അത് എവിടെയാണ് ഇരിക്കുന്നത്, അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഏരിയയിലേക്ക് വർക്ക് ചെയ്യും. അത് അതായത് ഈ ഓളങ്ങള് വെള്ളത്തിൽ പോണ പോലെ തന്നെ അത് പോകും. അത് എവിടേക്ക് പോയിന്നൊന്നും നമുക്കറിയില്ല. അത് ആമാശയത്തിലേക്ക് പോയിട്ടുണ്ട്, നാവിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ ഈ പ്രകൃതിയിൽ പോയി. അത് ഒരാളിലേക്കാണ് ചെല്ലുക. അതായത് നാളെ എവിടെയെങ്കിലും നമ്മൾ എവിടെയും പോകുമ്പോ അല്ലെങ്കിൽ ഹോട്ടലിൽ കയറുമ്പോ ആ ഹോട്ടലിൽ ഇത് ഉണ്ടാക്കുന്ന ആൾക്കൊക്കെ ഇത് ചെല്ലും എന്നാണ് പറയണത്. അങ്ങനെ നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ടാവും. ഓക്കെ, അത് ഒരു അതായത് ഭൂമിയിലെ ഒരു ടെക്നിക്കാണ്. അത് ഒരു വ്യവസ്ഥിതിയിലാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത്. അതിപ്പോ ഒരു സയൻസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഇവിടെ ആർട്ടിക്കയിലോ അന്റാർട്ടിക്കയിലോ ഒരു പൂമ്പാറ്റയുടെ ചിറകടി ഇവിടെ ഒരു സുനാമിക്ക് വരെ കാരണമാകും. അത് അങ്ങനെ ഒരു ഊർജ ബന്ധത്തിലാണ് എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത്. ഇപ്പൊ ഓർക്കുന്നില്ല, ആരോ പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് നമ്മള് ഒരു ഭൂമി എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഫ്രീക്വൻസിയുടെ ആ ഒരു ടേംസിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ ലെവലിലേക്ക് എത്തേ വേണ്ടോ. അപ്പൊ അത് അവിടെ വർക്ക് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു മൂവി അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ഒരു പുസ്തകം ഇറങ്ങിയപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഒരു ഡോക്യുമെന്ററി മാതിരി ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അന്നാണ് നമ്മൾ ഈ ആളുകളിൽ ഈ സീക്രട്ട് ഇത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ലോനെ കുറിച്ചിട്ട് ആൾക്കാർ പറയണത്. പക്ഷെ നമ്മളുടെ ഭാരതീയ സങ്കല്പത്തിൽ തന്നെ ഇതുണ്ട്, പക്ഷെ നമ്മൾ ഇങ്ങനെ അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിരുന്നില്ല. കാരണം സങ്കല്പം കൊണ്ടെല്ലാം നടത്തി ചിന്തിച്ചുകൊണ്ട്. നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടല്ലോ. നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏത് കാര്യവും നമ്മൾ പരിശോധിച്ചാല് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നമ്മൾ അതൊക്കെ സങ്കല്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതായത് ഇപ്പോ ഞാൻ ഒരിക്കലും സങ്കല്പിക്കാത്ത കാര്യമല്ല ഞാൻ ഈ നമ്മളുടെ പ്രയാഗ്രാജിലേക്കുള്ള യാത്രയും കാര്യങ്ങൾ. അതായത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കണ ഒരു സംഭവമാണ്. അന്ന് കിടക്കണ്ടായി. അതായത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ഒരു കാര്യം. അപ്പൊ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കുംഭമേളയ്ക്ക് എനിക്കും പോവാൻ സാധിക്കുമോ എന്നുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന ഞാൻ എവിടെയാണ് കുംഭമേള നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനത് അന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു കഥയാണ്. പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ഓർക്കണില്ല. പിന്നീട് ഇവിടെ എൻ്റെ അടുത്ത് ഹീലിംഗിൽ വന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുംഭമേളയ്ക്ക് പോകുന്നുണ്ട്, സാറ് വരുമോ? അപ്പൊ ഞാൻ ഇല്ല, ഞാൻ അതിനെ കുറിച്ചിട്ട് ബോധേടല്ല, അന്ന് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാറിയുന്നതല്ല. അതിനുശേഷം വേറൊരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, കുംഭമേളയ്ക്ക് നമുക്ക് പോവാം, സാറുണ്ടെങ്കിൽ ഞാനും ഉണ്ട് എന്ന് ആള് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ പഴയ കാലത്തെ കുറിച്ച് ആലോചിക്കുന്നത്. അന്ന് വൈകുന്നേരം ഞാൻ കിടന്നുറങ്ങുമ്പോ ഞാൻ ആലോചിച്ചു, അയ്യോ ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മ വന്നു. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഡേ വിളിച്ചിട്ട് ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാനും ഉണ്ട്, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെയാണ് മാസ്റ്ററുടെ അടുത്തൊക്കെ വരുന്നതും നമ്മൾ കാണുന്നതും ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് വന്നത്. അതല്ലാതെ ഇത് ഇന്നെ തീരുമാനിച്ച ഒരു കഥയല്ല. വർഷങ്ങൾക്ക് മുമ്പേ തീരുമാനം ഒരു സങ്കല്പം എവിടെയോ ഇത് വളരെ കറക്റ്റ് ആണ്. എന്താ അറിയോ, ഇതേ സംഭവം എനിക്കും ഉണ്ടായി. ഇപ്പൊ ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോ 2-3 വയസ്സ് ഓർമ്മ വെച്ച് തുടങ്ങുന്ന സമയത്ത് ഈ ഗംഗാജലം നമ്മളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഒരു പാനിയിലോ കുടത്തിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ
ബോട്ടിൽസ് ഒന്നും അത്ര സുലഭമല്ലല്ലോ. അങ്ങനെ ഒരു മൺപാത്രത്തിൽ അപ്പോ മച്ചിനകത്ത് ഇതുണ്ട്. അപ്പൊ നമ്മളിത് ആ കൗതുകത്തിൽ പോയി നോക്കുമ്പോ അത് പ്രത്യേകമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഉറിയിലാണെന്നാണ് എന്റെ തോന്നുന്നത്. അപ്പൊ അമ്മ അന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മയും മുത്തശ്ശനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഗംഗാജലാണ്, അത് അവിടുന്ന് ആരോ കാശിക്ക് പോയപ്പോ കൊണ്ടുവന്നതാണ്. ഇതിങ്ങനെ ഔഷധ മൂല്യമുള്ളതാണ്. അപ്പൊ മരിക്കാൻ കിടക്കുന്ന സമയത്തൊക്കെയാണ് ഇത് കൊടുക്കുന്നത്, പവിത്രമായി. അപ്പോ അന്ന് മുതൽക്കന്നെ നമുക്ക് ആ ഗംഗയോടും ഗംഗാജലത്തോടും അടുപ്പുള്ള എന്തെല്ലാമോ സംഭവങ്ങൾ നമ്മളുടെ ഉള്ളില് അന്ന്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെല്ലാമോ കാരണങ്ങളാൽ അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞ് നമ്മളെ അല്ല, പിന്നീട് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ജീവിതത്തിന് വേണ്ടിട്ട് ശ്രമിക്കണം. നമ്മള് ഇത് സ്പിരിച്വൽ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല. അതായത് നമുക്കൊരു ജീവിതം വേണം, പണം വേണം, സമ്പത്ത് വേണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉള്ള ഇതിന്റെ പിന്നാലെ ഉള്ള പ്രയാണമാണ് പിന്നെ എല്ലാ ആളുകളിലും സംഭവിക്കുന്നത്. ഇതൊക്കെ താഴ്ത്തിക്ക് പോയി. ഇതിനെ കുറിച്ച് നമ്മൾ ബോധേടല്ല. പക്ഷെ മറ്റേ കാര്യങ്ങൾ, അതായത് സമ്പത്ത് ഉണ്ടാക്കണം അങ്ങനെ ഇങ്ങനെയുള്ളതിന് ഓട്ടം സത്യമാണ്. കാരണം ഇന്നത്തെ ജീവിതത്തിന് ഇതൊക്കെ ആവശ്യമാണ്. ആവശ്യമില്ലാത്ത അടിയിൽ ഇത് കിടക്കും, ഇത് വളരും ചെയ്യും. അത് നമ്മൾ അറിയാതെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഏതൊരു സങ്കല്പവും അങ്ങനെയാണ്. നമ്മുടെ ഉള്ളില് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയോ തീവ്രമായിട്ട് അല്ലെങ്കിൽ പോലും ഒരിക്കൽ അത് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു സങ്കല്പം മനസ്സിൽ ജെന്യൂനായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് സാധ്യമാകും. അതവിടെ നമ്മള് ഹീലിംഗിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സാർ എങ്ങനെയാണ് ഇതിന്റെ അതൊരു അനുഭവം പറയാൻ പറ്റുമോ? എങ്ങനെയാണ് സാറിന്റെ പ്രൊഫഷനിൽ? എനിക്കറിയാം സാറ് തികച്ചും വേറൊരു പ്രൊഫഷൻ. ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഇപ്പൊ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഈ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രയാണം. വിദേശത്ത് ഞാൻ ദുബായിലായിരുന്നു. ഒരു 18 വർഷം ദുബായിലുണ്ടായിരുന്നു. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുക, പണം ഉണ്ടാക്കണം, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആവശ്യങ്ങളാണല്ലോ പിന്നീട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു എന്താ പറയാ, ഒരു വലിയൊരു കടമകളൊക്കെ ആയിരുന്നു എന്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്. അപ്പൊ എനിക്ക് കുറെ ഇതൊക്കെ ഉണ്ട്, വീട്ടുകാരോടുള്ള കടമകളും കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നിറവേറ്റണം, അതിന് പണം വേണം, അതിനുള്ള ഓട്ടങ്ങള്. അങ്ങനെ പെടുന്നതിനാണ് എന്റെ അമ്മ മരിക്കണതും ഇതൊക്കെ ഉണ്ടായത്. അപ്പൊ പറഞ്ഞിട്ട് എനിക്കൊരു എന്താ പറയാ, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി ഞാൻ. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ ടൈമില് ഒരു 33 വയസ്സ് എനിക്ക്. അപ്പൊ എനിക്കറിയില്ല ഇതൊരു ഡിപ്രഷൻ ആണോ എന്താ പ്രശ്നമാണോന്നും എനിക്കറിയില്ല. പറ്റണില്ല, എനിക്ക് താങ്ങണില്ല. അതായത് ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റണില്ല, ആകെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ. ഇതെന്താ സംഭവിക്കണേന്ന് സാധാരണ ഒരു മലയാളിയെ പോലെ തന്നെ ഞാനും വിചാരിക്കും, നാളെ നേരം പോലത്തെ ശരിയാവും എന്നുള്ളതിൽ നമ്മള് അങ്ങനെ വിചാരിച്ചങ്ങനെ ജീവിച്ചു പോവാണ്. അങ്ങനെ ജീവിതം താങ്ങാൻ പറ്റാണ്ടായി തുടങ്ങി. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു, ഞാൻ എന്റെ ഓഫീസിലെ എന്റെ ബോസ്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, അതായത് രാജേഷ് ഒരു കാര്യം ചെയ്യണം, മെഡിറ്റേഷൻ പോണം, മെഡിറ്റേഷൻ ചെയ്യണം. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് എന്റെ അടുത്ത് നിർബന്ധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നും ശരിയാവില്ല, എനിക്ക് മെഡിറ്റേഷൻ ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോവാതിരിക്കായിരുന്നു. അപ്പൊ അദ്ദേഹം നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ കാശിട്ടിട്ട് ആളെന്നെ ഒരു കോഴ്സിന് ചേർത്തി, മെഡിറ്റേഷൻ ഒരു ക്ലാസ്. അങ്ങനെ ആള് ചേർത്തിയതല്ലേ എന്നുള്ള. പിന്നെ ആള് തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാവുമ്പോ, അല്ലെങ്കിൽ ഞാൻ 7-7:30 ആവും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ, ആളെന്നെ 6 മണിക്ക് ആളുടെ കാറിൽ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ കൊണ്ടുവന്നാക്കി വരും. ഓക്കെ, അങ്ങനെ ഒരാഴ്ച പുള്ളി തന്നെ എന്നെ കൊണ്ടുപോയി. അപ്പൊ ഞാനപ്പോ കമ്മിറ്റഡ് ആയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ബോസ് എന്നെ പിടിച്ചോണ്ട് പോവല്ല ഈ കാര്യത്തിന്. അപ്പൊ ഞാൻ കമ്മിറ്റഡ് ആയി, എന്തെങ്കിലും ഞാൻ പോയേ പറ്റും. മെഡിറ്റേഷൻ അത് നമ്മളെ ഹാപ്പിനെസ് കോഴ്സില് നമ്മളെ ശ്രീ രവിശങ്കർ ആർട്ട് ഓഫ് ലിവിങ്. അപ്പൊ അതിനാണ് ഞാൻ ചേർന്നത്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത ഒരു ടൈമിലാണ് ഞാൻ പോണത് ഇതൊക്കെ. അങ്ങനെ ഞാനത് ചേർന്നു. കഴിഞ്ഞപ്പോ എനിക്ക് കുറെ മാറ്റങ്ങൾ. അപ്പൊ എന്നാലും ഞാനൊരു സാറ്റിസ്ഫൈഡ് അല്ല. എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്യാൻ എല്ലാ ആഴ്ചയും പോകും ഇതിന് ചെയ്യാനായിട്ട്, ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അവരുടെ അഡ്വാൻസ് കോഴ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അതൊക്കെ ഞാൻ ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മിറ്റഡ് ആയി ഇതിനൊക്കെ. പിന്നെ ഇതിന്റെ ഈ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെയും ജീവിതം ദുരിതം തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഓരോ പ്രശ്നങ്ങൾ ഓരോ ദിവസം, മെഡിറ്റേഷൻ മുടങ്ങാണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോ ഞാൻ എന്റെ ജോലി പോയി.
അപ്പൊ ആ ജോലി പോയി, ഞാൻ പിന്നെ കഷ്ടപ്പാടിലേക്ക് മുങ്ങി. കാരണം പിന്നെ ജോലി പോയാൽ അറിയാലോ, പണത്തിന്റെ കാര്യം ബുദ്ധിമുട്ടായി, വരവില്ല, ചെലവ് മാത്രമേ ഉള്ളൂ പിന്നെ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടി അടിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ബ്രദറിന്റെ കൂടെയാണ് താമസവും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് നടന്നു ഒരുപാട്. അതായത് ഒരു 10-800 കമ്പനിയിൽ ഞാൻ എന്റെ സി വി കൊണ്ടുപോയി കൊടുത്തും അയച്ചും ഒക്കെ ആയിട്ട് ചെയ്തു. പക്ഷെ ഒരാളും എന്നെ വിളിച്ചില്ല. അങ്ങനെ നമ്മുടെ മനോഭാവം അങ്ങനെയാണല്ലോ, നമ്മള് ഡിപ്രസ്ഡ് ആകുമ്പോ ഡിപ്രസ്ഡ് ആയ എല്ലാ ഡിപ്രഷനിലാണ്. അങ്ങനെ ആകെ തകർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ശ്രീ രവിശങ്കർ അവിടെ ദുബായിൽ വന്നു. അപ്പൊ എനിക്ക് ടിക്കറ്റ് കിട്ടണം. അപ്പൊ എനിക്ക് ടിക്കറ്റ് ഇല്ല, കാരണം പൈസ കൊടുക്കണം ഇതിന്. അപ്പൊ എന്റെ എത്ര പേർക്ക് കാശ് കൊടുക്കാനൊന്നും ഇല്ല. അപ്പൊ ഞാൻ ആകെ കഷ്ടപ്പെട്ടിരിക്കാം. അങ്ങനെയാണ് അവിടെ വരുന്ന, അതായത് ഈ സെന്ററിൽ വരുന്ന ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു, രാജേഷ് ഇങ്ങനെ വരുന്നുണ്ടാ, ഇങ്ങനെ ഗുരുജി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പൊ അയാളോടൊന്നും പറയാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ സ്റ്റാറ്റസിലാണ് നടക്കുന്നത്, പൈസ ഇല്ലാന്ന് മാത്രമേ എനിക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഞാൻ നോക്കട്ടെ, പറ്റാന്ന് വെച്ചാൽ വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ. പിന്നീട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് എന്റെ അടുത്ത് പറഞ്ഞു, പെട്ടെന്ന് എന്തോ 2 ദിവസം കഴിഞ്ഞപ്പോ ആളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജേഷ് അതെ ഒരു ടിക്കറ്റ് ഒരെണ്ണം ഉണ്ട്, ഒരാള് കയ്യില് ഫ്രീ ആയിട്ട് ആൾ കൊടുക്കുന്നുണ്ട്. ആൾക്ക് അറിയോ അറിയില്ല എന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഒരു ലേഡി ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, അതങ്ങ് കുറച്ച് ദൂരെയാണ്, അവിടെ പോയി ടിക്കറ്റ് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ ആ ലേഡിയുടെ നമ്പർ അയാൾ എനിക്ക് അയച്ചു തന്നു, ഞാൻ സേവ് ചെയ്തു മൊബൈലിൽ. അങ്ങനെ അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ടിക്കറ്റ് കളക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ജീവനും കൊണ്ട് ഓടണ മാതിരി പോയി ഗുരുജീനെ പോയി കണ്ടു. അന്ന് കാര്യങ്ങളൊക്കെ നടന്നു, ഭംഗിയായിട്ട് നടന്നു പോകും. കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പിന്നെ എന്റെ ഈ കഷ്ടപ്പാടും ദുരിതത്തിൽ തന്നെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ചു, അതായത് എന്റെ ഈ കുണ്ടലിനി ഉയർത്തിയാൽ എങ്ങനെ ഇരിക്കും? കുണ്ടലിനി ഉയർത്തിയ സംഗതി നടക്കും. കേൾവിയുണ്ട്, ആൾക്കാരുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, കുണ്ടലിനി ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നേടാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോ എനിക്ക് ആരുമില്ല, കാരണം കുണ്ടലിനി ഉയർത്തണ ആളുടെ അടുത്ത് പോയി കാശ് കൊടുക്കണമല്ലോ. അപ്പൊ എനിക്ക് അതിന് സാധിക്കില്ല. അപ്പൊ ഞാൻ യൂട്യൂബ് മുഴുവനും സെർച്ച് ചെയ്യും ഇരുന്നിട്ട്, ഇത് എങ്ങനെ കുണ്ടലിനി ഉയർത്തണേ. അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി ശ്രമം തുടങ്ങി. അത് ശ്രമം തുടങ്ങിയപ്പോഴാണ് സംഗതി അതായത് അക്രമമായി പോയി. അതായത് ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ ഇവിടെ നടന്നു തുടങ്ങി. അതായത് നല്ലതല്ല, നല്ലത് നടക്കണമെങ്കിൽ കുഴപ്പമില്ല, നേരെ ഉൾട്ട. അതായത് പൊട്ടാകാരി എന്ന് പറഞ്ഞ അങ്ങേറ്റ പ്രതിസന്ധി, രക്ഷയില്ല. ഞാൻ ആകെ താകിടം പറഞ്ഞു. എനിക്ക് തല ഉയർത്തി ഒന്ന് നിൽക്കാൻ തന്നെ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തി തുടങ്ങി. ഞാൻ ആകെ അവശതയാവണു. വൈകുന്നേരം ആകുമ്പോഴേക്കും തളർന്നു, അവശത. എന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല, പക്ഷെ ആകെ ബുദ്ധിമുട്ടില്, ടെൻഷനും ഡിപ്രഷനും അങ്ങേറ്റം കിടന്ന് കളിക്കുന്നു. ഒന്നും ആവശ്യമില്ലെങ്കിലും ഒരു വെറുതെ ടെൻഷൻ അടിക്കുക, ആവശ്യം ഒന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും ടെൻഷൻ, നിക്കക്കള്ളിയില്ല, എന്ത് ചെയ്യാൻ ആലോചിച്ചിട്ട് ഒരു പിടുത്തില്ല. അങ്ങനെയാണ് ഇരിക്കുന്ന നേരത്തെ പഞ്ചാബിലെ ഒരു ലേഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു, ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ സ്റ്റാറ്റസ് അല്ല, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു, ഈ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു സംഭവം. അതിൽ ഇവര് ഇങ്ങനെ ഒരു കുണ്ടലിനിയുടെ കഥ പറഞ്ഞിട്ട് ഒരു ഇതിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, എന്താ ചെയ്യണ്ട, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അവര് എൻ്റെ അടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതായത് ഇത് ഒന്നും ആരും പറഞ്ഞു തരില്ല, കുണ്ടലിനി ഉയർത്താൻ വെരി ഡിഫിക്കൽട്ടാണ് ഈ കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിലൊന്നും നിൽക്കില്ല. ഇപ്പൊ നിങ്ങളുടെ സ്റ്റേജ് ഇതാണ്, നിങ്ങൾ ഇനി രക്ഷപ്പെടാനായിട്ട് ദൈവം നമ്പുരാൻ വിചാരിച്ചാൽ പോലും നിങ്ങൾ രക്ഷപ്പെടില്ല. പക്ഷെ നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്ത് മാറ്റണം ഇതിന് ഒരു ഗുരുവിന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന് പറയാനോ ഒന്നും ഇതിൽ വകുപ്പില്ല ഇതിന്റെ ഉള്ളില്. അപ്പൊ നിങ്ങൾ ഇതുപോലെ കൺട്രോൾ ചെയ്തിട്ട് വേണം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞു. ഞാനിത് കേട്ട അന്ന് ഞാൻ ഞെട്ടി. അതായത് ഇത്രയും കടുപ്പുള്ള സംഭവമാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ സാധനത്തിനെ. അതിനുശേഷം അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്കപ്പൊ കുണ്ടലിനി സ്റ്റാർട്ടായി, എനിക്ക് മനസ്സിലായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നില് ആ പരിവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവര് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രമിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് ഏകദേശം ഒരു ഇച്ചിരി കൺട്രോൾ ആയി തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ടിക്കറ്റ് തന്ന ഒരു ലേഡി, അവര് ഈ സൗണ്ട് ഹീലിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു.
അവര് വാട്സപ്പിൽ കാരണം ഞാൻ അവരുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ സ്റ്റാറ്റസിൽ ഇട്ടേക്കണേ ഇങ്ങനെ ഒരു സൗണ്ട് ഹീലിംഗ് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പൊ ഇവരെ വിളിച്ചു ചോദിച്ചു ഇത് എങ്ങനെയാണ് അതിന്റെ പരിപാടി എന്നൊക്കെ. അപ്പൊ ഇവര് പറഞ്ഞു ഒരു ഡേയിലാണ് സംഭവം ഇത് നടക്കണത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി അത് കണ്ടപ്പോ. അതായത് ഈ ഒരു വലിയൊരു വില്ലയുടെ അകത്താണ് ഈ പരിപാടി നടക്കുന്നത്. അവിടെ ചെന്നിരുന്നപ്പോ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയിരിക്കും. മലയാളി എന്ന് പറയുന്ന സംഭവമില്ല. ഇവര് ഹിന്ദി നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവര്. അപ്പൊ ഇവര് വന്നിട്ട് എല്ലാവരും ഉണ്ട്. വിദേശികൾ ഫുള്ള് പഠിക്കലല്ല, അവര് ഹീൽ ചെയ്യാൻ വെറുതെ ഹീൽ ചെയ്യാൻ വന്നതാണ്. ഇത് ഞാനും ഹീൽ ചെയ്യാനാ ചെന്നേക്കണത്. ഞാൻ അവിടെ ചെന്നപ്പോ ഞെട്ടിപ്പോയി ഞാൻ. അതായത് ഇവര് അത് ഇംഗ്ലീഷുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് ചിന്തിക്കുന്ന മാതിരി ഇംഗ്ലീഷുകാരുടെ മുടിയൊക്കെ ഇങ്ങനെ സ്പൈക്കൊക്കെ ആയിട്ടുള്ള കുറെ ആളുകളൊക്കെ ഇരിക്കുന്നത്, കുറെ ടാറ്റു ഒക്കെ അടിച്ചിട്ടുള്ള ആളുകൾ. അപ്പൊ ഞാൻ പേടിച്ചു ഊരാണ്ടപ്പോ തന്നെ. കാരണം വെച്ചാൽ ഒരു മലയാളി ഞാൻ ആ ചെന്ന് നോക്കിയപ്പോ ഒരു മലയാളി പോലും ഇല്ല അതിന്റെ ഉള്ളിൽ. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത്, അതായത് നമ്മൾക്കൊരു ഫീലിംഗ്, അതായത് ഒരു ഫീല് ജനറേറ്റ് ചെയ്ത എന്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് മലയാളത്തിൽ കേൾക്കണം. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കാത്തോ അല്ല, ഫീല് എനിക്ക് എന്തെങ്കിലും ജനറേറ്റ് ചെയ്തു ഞാൻ. അതായത് വിഷമാണ് എന്റെ ഫീലിംഗ് ആ ടൈമില്. അപ്പൊ എനിക്ക് ഒരാളോട് മലയാളത്തിലേ പറയാൻ പറ്റുള്ളൂ, എനിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാലും മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു ഇങ്ങനെ നല്ലതാണിത്, നിങ്ങൾ ഇത് ചെയ്തു നോക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇയാളുടെ ഈ പെരുമാറ്റവും ഇതൊക്കെ കണ്ടപ്പോ ഞാൻ പേടിച്ചു. ഇതെന്ത് ആക്രമം, ഇത് ഞാൻ ചെയ്ത ഇനി എന്റെ മുടി സ്പൈക്ക് ആവോ എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക്. പേടിച്ചായിരിക്കായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് എനിക്ക് പോരാൻ ഞാൻ ശ്രമിച്ചു. അപ്പൊ ആ ലേഡി അകലിരുന്നിട്ട് എന്നെ നോക്കണേ, ഇത് എന്ത് പിന്നെ എനിക്ക് പോവാൻ നോക്കണേ എന്നുള്ളതില്. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട എന്നാ ഇവിടെ ഇരുന്നേക്കാം, ഒന്നുകൂടി ഇരുന്നു. പിന്നെ ഞാൻ ശ്രമിച്ചു, അല്ല പൂവന്നായി ഇത് ഇവിടെ ഇരുന്ന് ഇവരെങ്ങാനും എന്റെ മനസ്സിന് എന്തെങ്കിലും തെറികിട കാട്ടി ഞാൻ പ്രശ്നമായില്ല എനിക്ക്, അല്ലെങ്കിലേ പ്രശ്നത്തിലാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി എനിക്ക് പോവാൻ ഒന്നുകൂടി നോക്കി. അപ്പൊ ആ ലേഡി വീണ്ടും അകലേന്ന് ഇങ്ങനെ നോക്കണ തന്നെ. അപ്പൊ ഞാൻ വീണ്ടും അവിടെ തന്നെ ഇരുന്നു, എന്തെങ്കിലും വരട്ടാന്ന് വെച്ചിട്ട്. അപ്പൊ അവര് അനൗൺസ് ചെയ്തു, അതായത് ഇത് ചെയ്യുന്ന ആള് 5 മിനിറ്റ് ലേറ്റ് ആണ്. അപ്പൊ അയാൾ 5 മിനിറ്റിന്റെ ഉള്ളിൽ ഇവിടെ എത്തും, എല്ലാവരും വെയിറ്റ് ചെയ്ത് മാറ്റിൽ എല്ലാവരും ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും മാറ്റിൽ തന്നെ എല്ലാവരും ഇരിക്കണം. എല്ലാവരും മെഡിറ്റേഷൻ, കുറെ പേര് മെഡിറ്റേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനും അവിടെ തന്നെ വെറുതെ കൂട്ടിയിരുന്നു. അങ്ങനെ ഇയാൾ വന്നപ്പോ പറഞ്ഞു ഇങ്ങനെ ഇതിന്റെ പ്രത്യേകതകൾ ഇതാണ്, ശബ്ദം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യണത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അയാൾ സംസാരിച്ചു. അയാൾ സംസാരിച്ചത് ഇംഗ്ലീഷിലാണ് എന്നുണ്ടെങ്കിലും എനിക്ക് ഒരുമാതിരി സമാധാനത്തിലേക്ക് വന്നു. കാരണം അയാളുടെ ആ ശബ്ദവും അയാളുടെ പെരുമാറ്റവും അയാളുടെ ഒരു അപ്പിയറൻസ് ഒക്കെ കണ്ടപ്പോ അപ്പൊ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തെങ്കിലും വന്നോട്ടെ, ഞാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് അന്ന് തോന്നി. ഞാൻ എന്നിട്ട് അവിടെ മാറ്റിൽ കിടന്നു. ഹീലിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞു. 1 മണിക്കൂറാണ് ഹീലിംഗ്. അപ്പൊ 1 മണിക്കൂർ നേരം ഞാൻ അതിൽ കടന്നുപോയി. എണീറ്റ് ഞാൻ എണീറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് എന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും ഹീലിംഗ് ഉണ്ട്. ഗ്രൂപ്പാണ് അത്, എല്ലാവരും കിടന്നിട്ടാണ് ഒരു ഹോളില് ഹീലിംഗ് പ്രോസസ്സാണ്. അപ്പൊ അതില് ഞാനും ഹീലിംഗ് കഴിഞ്ഞു. 1 മണിക്കൂറായി എന്ന് അവര് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് 1 മണിക്കൂറായി എന്ന്. ഞാൻ വിചാരിച്ചത് 2 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെ ആയിണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീക്കുന്നത് കംപ്ലീറ്റ്ലി ഔട്ടായി. അതിനുശേഷം അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, അതായത് ഈ സാധനം ഈ ലോകത്ത് എല്ലാവർക്കും ആവശ്യം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അനേക രഹസ്യങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്നത്. ഇന്നേ വരെ മറ്റൊരു ഗ്രന്ഥത്തിലും പ്രതിപാദിച്ചിട്ടില്ലാത്ത അത്രയും രഹസ്യ വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ലഭ്യമാവും. ഈ പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്, പിൻ നമ്പർ സഹിതം വാട്സാപ്പ് ചെയ്യുക.